ചേച്ചി പട്ടാളക്കാരനെ കിട്ടിയെന്നെ തോക്ക് പഠിപ്പിക്കോ? എനിക്കും പഠിക്കണം. എനിക്കും. പിന്നെ ഞാൻ ആ പട്ടരെ കെട്ടാൻ പോവല്ലേ? എനിക്കറിയാം. ചേച്ചിക്ക് ഇഷ്ടം മറ്റേ പട്ടാളക്കാരനെ അല്ലേ? പോടിയോ. നീ ഇവിടെ ഇരിക്കയാ. ഇതവിടെ കൊണ്ടുവച്ചേ. നീ ഇത് കൊണ്ടുപോയി ആ പട്ടാമ്പി സാറിന് കൊടുക്ക. അച്ഛൻ തന്നയച്ചാണെന്ന് പറയാ. പിന്നത്തയില പട്ടിയെ പിടിക്കാൻ ചാടി മറിഞ്ഞ് ആ പാവത്തിന്റെ ദേഹത്ത് വല്ല ഉളുക്കോ ചതവോ പറ്റിയിട്ടുണ്ടാവോ? എന്നാ എനിക്കൊന്നും വയ്യ. ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ കൊഞ്ച നീയേ. എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിന്റെ അകത്ത് കയറി പറ്റാൻ നോക്കാണ്ട് പിടിക്കടി. ഒന്നില്ലേലും വെടി കൊള്ളാണ്ട് നിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ആ സാറ്? എന്നെ രക്ഷിച്ചത് ആ സാറൊന്നുമല്ല, മറ്റേ പട്ടാളക്കാരനാ. പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഈ പിണ്ണത്തൈല സ്നേഹത്തോടെ കൊടുത്തിട്ട് അച്ഛൻ തന്നതാണെന്ന് പറ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ തരുന്നതാണെന്ന് പറയാ. ഈ പൂവ് കൊടുക്കുക, മിഠായി കൊടുക്കുക, അതിന്നൊക്കെ ഒരു മാറ്റം എന്റെ കുട്ടി. ഈ പിണ്ണത്തൈലത്തിലൂടെ വഴുക്കി വഴുക്കി ആ മനസ്സിൽ അങ്ങോട്ട് കയറി പറ്റാൻ നോക്കടി. ശരി പിണ്ണതൈലം അച്ഛൻ തന്നു വിട്ടതാ. ഏതച്ഛൻ? നായർ വൈദ്യര്. പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ വല്ല പരിക്കും പറ്റിട്ടുണ്ടോന്ന് കരുതി പിണ്ണതൈലം. പിണ്ണതൈലം നിന്റെ അച്ഛനോടെ കൊടുക്ക്. വേണേ കുറച്ച് കുടിച്ചോളാൻ പറ. മേലാൽ ഈ ക്യാമ്പിനകത്ത് കണ്ടുപോയി അടിച്ച് പോച്ചകളെ ഞാൻ. പട്ടാഭിരാമനല്ല, വട്ടാഭിരാമന. ഇവിടെ പാടി എന്താ ഇവിടെ കുറച്ചു ദിവസമായാലും ഇവിടെ കിടന്നിങ്ങനെ കറങ്ങണു. ആരെ കാണാനാ? ആരും കാണാനല്ല. എന്താ കയ്യില്? നോക്കട്ടെ, കാണിക്കേ. നോക്കട്ടടി. എന്താ ഇത്? പിണ്ണതൈലം. പിണ്ണതയിലോ? ആർക്ക്? എനിക്കാ? ഇവിടേക്ക് ഇങ്ങനെ പുരട്ടാനാ ആണോ? പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവെന്ന് കരുതി. നല്ലതാ, തേച്ച് കുളിച്ചാ മതി. പോവല്ലേ, ഇത് പുരട്ടാ ഒരു കൈ കൂടെ വേണ്ടേ? എന്താ